ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇവിടെ ഇപ്പോൾ രാവിലെയാണ് കേട്ടോ സമയം. മോർണിംഗ് ഇതുപോലെ ഒരു ചായയോ അല്ലെങ്കിൽ കോഫിയോ ഉണ്ടാക്കി അതും എടുത്ത് ജനലോരത്ത് വന്ന് നിന്ന് കാഴ്ചകൾ ആസ്വദിച്ച് അത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷമാണല്ലേ. നാട്ടിലാണെങ്കിൽ നമുക്ക് മുറ്റത്തൊക്കെ ഇറങ്ങി വരാന്തയിലൊക്കെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ചായ കുടിക്കാമായിരുന്നു. ഇവിടെ അത് നടക്കില്ലല്ലോ. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ പേര് ആർദ്ര. നാട്ടിൽ തൃശ്ശൂരാണ് സ്ഥലം. ഇവിടെ ഇപ്പോൾ US ന്യൂജേഴ്സി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസം. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, അതിനാൽ തെറ്റുകളൊക്കെ ഉണ്ടാവും. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ഞങ്ങൾ നടത്തിയിട്ടുള്ള ചില യാത്രകളും പിന്നെ എൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വെൽക്കം ടു മൈ ചാനൽ ആർദ്രാസ് ഹാപ്പി ട്രെയിൽസ്. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ ജീവിതം ഇങ്ങനെ സ്ട്രെസ്ഫുള്ളായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് ഇതുപോലെയുള്ള യാത്രകൾ നമ്മളെ സഹായിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനലിൻ്റെ തുടക്കവും അതുപോലെ ഒരു യാത്രയിൽ നിന്നാവട്ടെ. അതിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളും. ലെറ്റ്സ് സ്റ്റാർട്ട്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂജേഴ്സിയിലെ തന്നെ കേപ്പ് മേ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അത് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 2.5 hours ഡ്രൈവ് ഉണ്ട്. അമേരിക്കയിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബീച്ച് ഡെസ്റ്റിനേഷൻ സ്പോട്ടാണ് കേപ്പ് മേ. അതുപോലെ ന്യൂജേഴ്സിയിലെ സദേൺ മോസ്റ്റ് പോയിൻ്റ് ഓർ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ന്യൂജേഴ്സി എന്ന് പറയുന്നതും കേപ്പ് മേ തന്നെയാണ്. ഒരു ബീച്ച് വെക്കേഷൻ പോലെ ഫാമിലി ആയിട്ടൊക്കെ പോയി റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ് കേപ്പ് മേ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ പോകുന്ന വഴി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ചിപ്പോട്ട്ലെ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. ഇതൊരു മെക്സിക്കൻ ടൈപ്പ് ഓഫ് റെസ്റ്റോറൻ്റാണ്. എനിക്കിവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ഹെൽത്തി ഫുഡ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ചോയ്സ് ഓഫ് റൈസ് ഉണ്ടായിരിക്കും, അതിൽ ബ്രൗൺ റൈസ് ഉണ്ടായിരിക്കും, വൈറ്റ് റൈസ് ഉണ്ടായിരിക്കും, പിന്നെ ചോയ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും, വെജീസ് ഉണ്ടായിരിക്കും, ടോപ്പിങ്സ് ഉണ്ടായിരിക്കും. ഇതാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് വി അഗെയിൻ സ്റ്റാർട്ട് അവർ ജേർണി. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേപ്പ് മേ ലൈറ്റ് ഹൗസ് കാണാനാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഈ ട്രോളി ബസ് ഉണ്ടായിരിക്കും. നമുക്ക് ആ ഒരു പ്ലേസിൻ്റെ ഒരു ഫുള്ളൊരു ഓവറോൾ ചുറ്റിക്കാണാനായിട്ട് നമുക്ക് ഇതുപോലെ ട്രോളി ബസ്സും ചൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ലൈറ്റ് ഹൗസ് എത്താറായി തുടങ്ങി. ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്, കേപ്പ് മേ ലൈറ്റ് ഹൗസ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കേപ്പ് മേ പോയിൻ്റ് സ്റ്റേറ്റ് പാർക്കിലാണ്. ഇത് അത്യാവശ്യം പഴക്കം ചെന്ന ഒരു ലൈറ്റ് ഹൗസാണ്. 1859 ഇത് ബിൽഡ് ചെയ്തത്. ഓട്ടോമേറ്റ് ചെയ്തത് 1946 നമ്മളിപ്പോൾ ദാ ലൈറ്റ് ഹൗസിൻ്റെ പാർക്കിംഗ് ഏരിയയിലെത്തി. ഇനി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി ലൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഇതിവിടെ 3ാമതായിട്ട് നിർമ്മിക്കപ്പെട്ട ലൈറ്റ് ഹൗസാണ്. ഇതിന് മുൻ വർഷങ്ങളിൽ 2 തവണ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചായിരുന്നു. അത് കഴിഞ്ഞ് മണ്ണൊലിപ്പ് കാരണം അത് തകർന്നു പോയി. അത് കഴിഞ്ഞ് നിർമ്മിച്ച ലൈറ്റ് ഹൗസാണിത്. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റ് ഹൗസാണ് കേപ്പ് മേ ലൈറ്റ് ഹൗസ്. മുൻ വർഷങ്ങളിലെ ലൈറ്റ് ഹൗസ് കീപ്പേഴ്സിൻ്റെ പേര്, ഡീറ്റെയിൽസ് അതെല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നടപ്പാതയിൽ കല്ലുകളിൽ അവരുടെ പേര്, മെമ്മറീസ് എല്ലാം മാർക്ക് ചെയ്തിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു അതെല്ലാം കാണാനായിട്ട്. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ എൻട്രൻസ്. കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ച സ്പൈറലായിട്ടുള്ള സ്റ്റെയർവേസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ ഇതെങ്ങനെ കയറും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഓരോ പടികളിലും ഇൻ ബിറ്റ്വീൻ ഒരു റെസ്റ്റ് ഏരിയ പോലെ ഉണ്ടായിരുന്നു. അതിനാൽ റെസ്റ്റ് എടുത്ത് മെല്ലെയാണ് ഞങ്ങൾ കയറിപ്പോയത്. ഹാവോ, അങ്ങനെ കഷ്ടപ്പെട്ട് കയറിയെങ്കിൽ എന്താ,
അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ അതിമനോഹരമായിരുന്നു. അറ്റ്ലാന്റിക് ഓഷൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ആ കേപ്പ് മേ പോയിൻറ്റ് സ്റ്റേറ്റ് പാർക്കിൻ്റെ ആ ഒരു നാച്ചുറൽ സറൗണ്ടിങ്ങും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിച്ചു. ഇതാ ലൈറ്റ് ഹൗസിൻ്റെ ഉൾഭാഗത്തെ ഒരു കാഴ്ചയാണ്. പഴയ മോഡൽ ഒരു പെന്നി മിഷൻ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ലൈറ്റ് ഹൗസിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഹിസ്റ്ററി അതെല്ലാം അവിടെ വിശദമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊക്കെ വായിച്ച് പോവാം. അങ്ങനെ ലൈറ്റ് ഹൗസ് കണ്ടതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ഒരു സറൗണ്ടിങ് ഒക്കെ ഒന്ന് കാണാനിറങ്ങി. അപ്പോൾ ഇവിടെ ഈ ചെറിയ നാച്ചുറൽ ട്രെയിൽസ് പോലെ ഉണ്ടായിരുന്നു. ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി കുറച്ച് യാത്രയൊക്കെ ചെയ്ത് ടയർഡായ കാരണം ചെറിയൊരു ട്രെയിൽസാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്കതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പല കാഴ്ചകളും കാണാൻ പറ്റും. ബേർഡ് വാച്ചിങ്ങിന് ഒരു ഫേമസ് സ്പോട്ടാണ് ഈ കേപ്പ് മേ പോയിൻറ്റ് സ്റ്റേറ്റ് പാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങളവിടെ പോയി നോക്കി. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ബേർഡ്സൊക്കെ റെസ്റ്റ് എടുക്കാമെന്ന് തോന്നുന്നു. ഞങ്ങൾക്കൊന്നും കാര്യമായിട്ട് കാണാൻ സാധിച്ചില്ല. ഈ ട്രെയിൽസിൻ്റെ എൻഡിങ് പോയിന്റിൽ നിന്നും നമുക്ക് ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഒരു മനോഹരമായ വ്യൂ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്കായിരുന്നു. ബാൾ ഹാർബർ എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. ഇത് കേപ്പ് മേന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു. വൈൽഡ്വുഡ് ക്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. ഈ ബാൾ ഹാർബർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എനിക്ക് മറ്റേ അക്കരെ സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും കൂടി പിടിക്കാൻ വന്നില്ലേ, പോൾ ബാർബർ, അതായിരുന്നു ഓർമ്മ വരുന്നുണ്ടായിരുന്നത്. എന്തോ എനിക്ക് ആ പേര് കേട്ടപ്പോൾ അങ്ങനെയായിരുന്നു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന മുറി. നല്ലൊരു റൂമായിരുന്നു. ഇവിടെ തന്നെ ഒരു 2 ബെഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാൽക്കണി ഉണ്ടായിരുന്നു. ഈ ബാൽക്കണിയിൽ നിന്ന് തന്നെ ഇവിടെ തന്നെ ഒരു നല്ലൊരു സീ വ്യൂ കിട്ടുമായിരുന്നു. ഇവിടുത്തെ വൈൽഡ്വുഡ് ക്രസ്റ്റിലത്തെ ബീച്ച് ഉണ്ടായിരുന്നു. ആ ഒരു ബീച്ച് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അഗെയിൻ ഒന്ന് ഫ്രഷായി പിന്നെ പോവാണ്. ഞങ്ങളിപ്പോൾ കേപ്പ് മേൽ തന്നെ സൺസെറ്റ് ബീച്ച് ഉണ്ട്. അപ്പോൾ നല്ലൊരു സൺസെറ്റ് വ്യൂ ഒക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് വെളിയിൽ നോക്കുമ്പോൾ കാണാം ഫുൾ ക്ലൗഡി ആയിട്ടായിരുന്നു. അപ്പോഴേ ഞങ്ങൾക്ക് വിചാരിച്ചു എന്താ പറയുക, സൺസെറ്റ് കാണാൻ പറ്റില്ല എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്നാലും അങ്ങാനും കാണാൻ പറ്റിയാലോ, അങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് പറഞ്ഞ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പണി കിട്ടി. വന്നപ്പോൾ ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഷോപ്പിൽ, ഇവിടെ അടുത്ത് തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു, അവിടെ കയറി നിന്നു. അവിടെ വെളിയിലുണ്ടായിരുന്ന ഈ കുട്ടി ഈ ഷെല്ലും ഒക്കെ വെച്ചുണ്ടാക്കിയ കുട്ടി ടർട്ടിൽസും അതുപോലെയുള്ള ടോയ്സും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒന്ന് മഴ മാറിയപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. പക്ഷെ കണ്ടില്ലേ, ഫുൾ ക്ലൗഡി ആയിട്ടായിരുന്നു. പക്ഷെ അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ക്ലൗഡ് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും മഴയായി. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റാണ് ഈ ലോബ്സ്റ്റർ ഹൗസ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. കുറച്ച് ഡാർക്കായി, പിന്നെ പുറത്ത് ആ ഒരു റിവർ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാവിഷായിട്ടൊരു ഡിന്നറൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ നേരെ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു.
ഇത് ഡേ 2 എടുത്തതാണ്. ഞങ്ങൾ അഗെയിൻ ആ സെയിം ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കാണുന്നത് ഒരു ലുക്ക് ഔട്ട് ടവറാണ്. ഇത് വേൾഡ് വാർ 2 കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്നൊരു ടവറാണ്. ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ഫ്ലാഗ് സെറിമണി നടക്കുമായിരുന്നു. ഇത് അന്വേഷിച്ചപ്പോൾ ഇതുവരെ ഒരു 40 ഇയറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ട്രഡീഷനാണ് ഈ ഈവനിങ് ഫ്ലാഗ് സെറിമണി. ഫ്ലാഗ് ലോവറിങ് സെറിമണി എന്ന് പറയും. അതിവിടെയുള്ള അമേരിക്കൻ വെറ്ററൻസിനുള്ളൊരു ട്രിബ്യൂട്ട് പോലെ ചെയ്യുന്നതാണ്. മെമ്മോറിയൽ ഡേ തൊട്ട് എവരി സാറ്റർഡേ 7 PM അവരത് ചെയ്യും. അതുപോലെ ജൂലൈ ഓഗസ്റ്റ് സമ്മർ ആയിക്കഴിഞ്ഞാൽ മൺഡേ വെനസ്ഡേ സാറ്റർഡേ അങ്ങനെ 3 ഡേയ്സ് ചെയ്യും. അങ്ങനെ ലേബർ ഡേ വരെ അവരത് ചെയ്യാറുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഫ്ലാഗ് ലോവറിങ് സെറിമണി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അത് ഫ്ലാഗ് ലോവർ ചെയ്തിട്ട് അവരതൊരു മിലിറ്ററി സ്റ്റൈലിൽ ഫോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോന്നു. ഇന്ന് കണ്ടില്ലേ, നല്ല ക്ലിയർ സ്കൈ ആണ്. നമുക്ക് സണ്ണ് നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ക്ലൗഡ് പോലും ഇല്ല. അത് കാരണം നല്ലൊരു സൺസെറ്റ് വ്യൂ ഇന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണല്ലേ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ. ആ ഒരു ലൈറ്റും ആ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു സ്കൈയും ഒരു പ്രത്യേക വൈബാണത്. ഇവിടെ കുറേ പേരിങ്ങനെ കസേരയൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്, ഫോണൊക്കെ പിടിച്ച് ആ ഒരു സൺസെറ്റ് വ്യൂ കാണാനായിട്ട്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റി. മനസ്സിനൊരു പ്രത്യേക സുഖമാണ് ഇങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഇരിക്കുമ്പോൾ. എനിക്ക് പൊതുവേ ബീച്ച് ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ്. ആ തിരകൾ അങ്ങനെ കരയിലോട്ട് അടുക്കുന്ന ആ ഒരു കാഴ്ചയും ആ ഒരു ശബ്ദവും ഒക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര റിലാക്സ് ആവും. വേറെ ഒരു ചിന്തയില്ലാതെ, വേറെ ഒന്നിനെക്കുറിച്ച് ആലോചിക്കാതെ അത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു സൺസെറ്റോടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കേപ്പ് മേയെ കുറിച്ചുള്ള ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.